എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പള്ളിത്തേരുണ്ടോ ചതുരംഗക്കളമുണ്ടോ എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അനുപല്ലവിയും ചരണവും ഒരേ സ്വരങ്ങളായതുകൊണ്ട് അനുപല്ലവി പഠിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്താൽ ചരണവുമായി. അപ്പോൾ അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ കാടേറിപ്പോഴും കിളിയേ നീ സാ സ സ സ സ സ പ നീ സാ സ കാടേറിപ്പോഴും കിളിയേ നീ സാ സ സ സ സ സ സ പ കാടേറി നീ സാ സ പോരും സാ സ സ സ സ പ കിളിയേ നീ സാ സ സ സ സ സ സ പ. പൂക്കൈത കടവിലൊരാളെ പൂക്കൈത പനി പനി സാസ പനി പനി സാസ പൂക്കൈത കടവിലൊരാളെ സ സ സ സാസ പനി പനി സാസ സ സ സ സ സാസ പനി പനി സാസ. അതുകൊണ്ട് സ സ സ സ സ്പീഡിൽ സ സ സ സ പിന്നെ സാസ പൂക്കൈത കടവിലൊരാളെ. അപ്പോൾ കാടേറിപ്പോരും കിളിയെ തൊട്ട് വായിക്കാം. ഒന്നുകൂടി. കണ്ടോ സനിധനി പ സനിധനി പ സനിധനി പ കണ്ടോ. അവിടെ വലിയതാ സനിധനി പ രാഗത്തിലുള്ള അതേ ദൈവം തന്നെ. കണ്ടോ സനിധനി പ നീ കണ്ടോ 1 2 3 പസ നീ പസ സനിധനി പ കണ്ടോ 1 2 3 പസ സനിധനി പ 1 2 3 നീ കണ്ടോ. അപ്പൊ കണ്ടോ നീ കണ്ടോ സനിധനി പ കണ്ടോ പസ സനിധനി പ നീ കണ്ടോ. അപ്പൊ ചേർത്ത് വരുമ്പോ കണ്ടോ 1 2 3 പസ സനിധനി പ. ഒന്നൊരു വായിക്കാം. അപ്പൊ കാട് ഇപ്പോൾ അനുപല്ലി തൊട്ട് അനുപല്ലി തുടക്കം തൊട്ട് ഇവിടത്തോളം വായിക്കാം കണ്ടോരെ. ഒന്നിട്ട് വായിക്കാം. അപ്പം കണ്ടോ എന്ന് പറയുമ്പോൾ ഫ്ലൂട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ലിങ്ക് പോലെ സനിധനി പ കണ്ടോ സനിധനി പ നീ കണ്ടോ സനിധനി പദ പ നീ കണ്ടോ സനിധനി പദ പ. അങ്ങനെ ഫ്ലൂട്ടിന്റെ ലിങ്ക് വരും. അപ്പൊ കണ്ടോ നീ കണ്ടോ അങ്ങനെ 2 ലിങ്ക് വരും. കണ്ടോ നീ കണ്ടോ. അത് മൊത്തം 2 പ്രാവശ്യം വരും. 2 പ്രാവശ്യം വരുമ്പോൾ അവസാനത്തെ ലിങ്ക് മാത്രം ഫ്ലൂട്ടിന്റെ ലിങ്ക് മാറും. സനിധനി പദ മ പ മ
സനി ധനി പദ മപ മ അങ്ങനെ വരും. അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയാണത്, മധ്യമത്തിലേക്ക് ഇടുന്നത്. അപ്പൊ കണ്ടോ നീ കണ്ടോ അങ്ങനെ വരും. സനി ധനി പദ മപ മ. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യം വായിക്കാം. ആ ലിങ്ക് ഞാൻ ലിങ്കായിട്ട് വരുന്നത് താഴത്തെ സ്ഥായിലും വായിക്കാം. ഇങ്ങനെ വരും. വൺതാമ്പൂലം താമ്പളത്തിൽ വൺമാപമപമ വൺതാമ്പൂല സമമാമപദ താമ്പളത്തിൽ വൺമാപമപമ സമമാമപദ വൺതാമ്പൂല വൺമാപമപമ സമമാമപദ താമ്പളത്തിൽ ഒന്നിട്ട് വായിക്കാം. കിളിവാലൻ വെറ്റിലയോടെ ദദനിത പദം വൺ ദദനിത പദ വൺ കിളിവാലൻ മാമ വെറ്റിലയോടെ വൺ ദദനിത പദ വൺ കിളിവാലൻ മാമ വെറ്റിലയോടെ വൺ മാപമപമ സമമാമ പദ ദദനിത പദ മാമ വെറ്റിലയോടെ മാമ വൺ ഒന്നിട്ട് വായിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനും ഇതേ ട്യൂൺ തന്നെ വരും, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വൺ തിരുമാറിൽ വടിവും തിരുമാറിൻ വടിവും കാട്ടി മമപമപമ സമമമ പദ മമപമപമ സമമ പദ തിരുമാറിൽ മമപമപമ വടി സമമ പദ വടിവും കാട്ടി വായിക്കാം. മണവാളൻ ചമയും നേരം വൺ ദസനിത പദവൻ മണവാളൻ പമമാമ ചമയും നേരം പമമാമ ചമയും നേരം. മണവാളൻ ചമയും നേരം ചേർത്ത് വയ്ക്കാം. വൺ വൺ തിരുമാറിൻ വടിവും കാട്ടി മണവാളൻ ചമയും നേരം. ഒന്ന് വായിക്കാം. വൺ നിന്നുള്ളിൽ പൂക്കാലം ഗാരി ഗാരി, അവിടെയാണ് അന്തരകാന്തരം വേണ്ടത്. ഗാപമാ വലിയ ഗാപമാ ഗാമ എന്നുള്ള ഗാപമാ ഗ, അവിടെ ചെറിയ ഗ ഹാഫ് നോട്ട്, ആദ്യം വലിയ ഗ ഗാപമാ ഗ. നിന്നുള്ളിൽ രീമകാരി പൂക്കാലം രീമകാരി ചെറിയ രീമകാരി
ഗാപമാ ഗാപമാ വലിയ വലിയ ഗാപമാ ഗാ അവിടെ ചെറിയ രീമകാരി. അപ്പൊ മെല്ലെ മെല്ലെയുണർത്തി സരി സരി മകരീരി സരി സരി മകരീരി സരി സരി മക മക ചെറുക സരി സരി മകരീരി മെല്ലെയുണർത്തി. എന്നുള്ളിൽ പൂക്കാലം മെല്ലെ ഉണർത്തും മെല്ലെ ഉണർന്നു ഉണർത്തിയല്ല ഉണർന്നു. ഉണർന്നോ അല്ലേ, മെല്ലെ ഉണർന്നോ, അതാണ്. വീണ്ടും ഞാൻ പറഞ്ഞ മിസ്റ്റേക്കായി പോയി. നിന്നുള്ളിൽ പൂക്കാലം മെല്ലെ ഉണർന്നോ എന്നാണ്. ആദ്യം വലിയ പിന്നെ മാ കണ്ട് പിന്നെ ചെറിയ. നിന്നുള്ളിൽ പൂക്കാലം മെല്ലെ ഉണർന്നോ. എന്നോടൊന്നുരിയാടാൻ അവനെ നരികിൽ വരുമെന്നു. എന്നോടൊന്നുരിയാടാൻ സാമഗമക വലിയ കവലും സാമഗമക എന്നോടൊന്നുരിയാടാൻ രിരിഗരിഗരി രിരിഗരിഗരി ചെറുക സാമഗമക രിരിഗരിഗരി എന്നോടൊന്നുരിയാടാൻ. ഇവിടെ ഗാ വായിക്കാം, അത് നല്ലത്. അവനിന്നരികിൽ വരുമെന്നോ സരിസനെ അവനിന്നരികിൽ പനിപസ സാപ അരികിൽ വരുമെന്നോ. അരികിൽ വരുമെന്നോ അരികിൽ പനി പസ പനി പസ സാപ സാപ മതി സാപ. അങ്ങനെയും കുഴപ്പമില്ല. അപ്പൊ എന്നോടൊന്നൊരിയാടാൻ അവനിന്നരികിൽ വരുമെന്നോ. അതിൽ വായിക്കാം. ഇതാണ് അനുപല്ലവി. അനുപല്ലവി ഞാൻ മുഴുവനായിട്ട് വായിക്കാം. കാടേറിപ്പോരും കിളിയെ തൊട്ട്. 1 2 3 4.
ഇത് ഗ്യാപ്പില്ലാണ്ട് വായിക്കണം. അനുപല്ലവിക്ക് വരികൾ കൂടുതലുണ്ടേ, അങ്ങനെ നീണ്ടുപോയി. അപ്പോൾ ഒന്നിട്ട് വായിക്കാം. ഇതാണ് ഇതിൻ്റെ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും സ്വരങ്ങൾ. ഇതെല്ലാവരും പഠിച്ച് വായിച്ച് മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ സ്വരങ്ങൾ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ, വെറുതെ സ്വരങ്ങൾ എഴുതി കാണിച്ചാൽ അത് മനസ്സിലാവില്ല. നൊട്ടേഷൻ എഴുതാനുള്ള പ്രൊഫഷണൽ രീതിയിൽ എഴുതിയിട്ടാണ് ഞാൻ പാടിത്തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രൊഫഷണൽ രീതിയിൽ എഴുതാൻ ഉള്ള കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നൊട്ടേഷൻസ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കേട്ട് എഴുതി എടുത്ത് പഠിക്കുമ്പോൾ കൂടുതൽ അത് ഹൃദ്യമാകും. അതുകൊണ്ടാണ് നൊട്ടേഷൻ കാണിക്കാത്തത്. നൊട്ടേഷൻ കാണിച്ചു കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ട് എഴുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോക്കി വായിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ എഴുതിയെടുത്ത് പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ആരും വേറെ ഒന്നും തോന്നരുത്. ഇത് പരിപൂർണമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും ഓളും അടിക്കണം. എന്നിട്ട് മറ്റുള്ള ഫ്രണ്ട്സിലേക്കെല്ലാം അത് എത്തിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണരൂപമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.